24 ചാനലിലാണ് ആദ്യമായി ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചു എന്ന വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്നത് 24 ആണ്. ഈ ജാഥ ഒരു രാഷ്ട്രീയ ജാഥയല്ല. പക്ഷേ ചോദിക്കും, ഇത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലേ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലേ? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുവെങ്കിലും ഇത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പരിപാടിയായി ഞങ്ങളിതിനെ കാണുന്നില്ല. ഇത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിൻ്റെ വേദനയെ സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസ സംരക്ഷണത്തിൻ്റെ യാത്രയാണിത്. ശബരിമല ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചല്ലോ. ശബരിമല കേരളത്തിലെ, ലോകത്തിലെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവിടെ എല്ലാ മതസ്ഥർക്കും ആ ദേവാലയത്തിൽ പ്രവേശനമുണ്ട്. എല്ലാവരും അവിടേക്ക് പോകുന്നുമുണ്ട്. ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ പല തരത്തിൽ വരുന്നുണ്ട്. ഇപ്പം അമ്പലപ്പുഴയിൽ നിന്നും പേട്ടതുള്ളൽ സംഘം എത്തി എരുമേലിയിൽ വരും. എരുമേലിയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്പലപ്പുഴയിലെ പേട്ടതുള്ളൽ സംഘം പോകുന്നത് എവിടെയാണ്? അവിടുത്തെ മുസ്ലിം പള്ളിയിലേക്കാണ്. അവിടുത്തെ മുസ്ലിം പള്ളിയിൽ പോയി അവിടെ പേട്ടതുള്ളി കർമ്മങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് അവർ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ശബരിമലയിൽ പലപ്പോഴും പോകുമ്പോൾ നടയെല്ലാം അടച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായി ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത്, സന്നിധാനത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിൽക്കും. അവിടെ നിന്നാൽ ശബരിമല ഒന്നായി കാണാൻ കഴിയും. ലക്ഷക്കണക്കിനാകുന്ന ഭക്തർ അപ്പോഴവിടെ ഉണ്ടാകും. ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിലും ആ നടയടയ്ക്കാൻ പോകുന്ന സമയത്ത് ഒരു മുട്ടുസൂചി താഴെ വീണാൽ കേൾക്കുന്ന നിശബ്ദതയുണ്ടാകും. ആ നിശബ്ദതയിലേക്ക് മലയാളിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ശബ്ദം അവിടേക്ക് വരും. അത് മലയാളിയുടെ ഗന്ധർവ ഗായകനായ യേശുദാസിൻ്റെ ശബ്ദമാണ്. അയ്യപ്പ ഭഗവാനെ ഉറക്കാൻ വേണ്ടി ഹരിവരാസനം പാടുന്നത് ആരാണ്? യേശുദാസാണ്. യേശുദാസിൻ്റെ ഹരിവരാസനം കേട്ടാണ് അയ്യപ്പൻ എല്ലാ ദിവസവും ഉറങ്ങുന്നത്. അപ്പോൾ ഒരു മതേതരത്വത്തിൻ്റെ മഹനീയമായ ഒരു മാതൃകയാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ കോടിക്കണക്കാകുന്ന വിശ്വാസികളുണ്ട്. ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെ തകർക്കാൻ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന നാൾ മുതൽ തുടങ്ങിയതാണ് പരിശ്രമം. ഇവിടെ എല്ലാവരും അറിയാവുന്ന, സൂചിപ്പിച്ച കാര്യമുണ്ട്. ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി കേസ് സുപ്രീം കോടതിയിൽ വന്നു. ആദ്യം കേസ് വരുമ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആദ്യത്തെ തവണ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ് 2005. അന്ന് അദ്ദേഹം ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു അഫിഡവിറ്റ് കൊടുത്തു. 2006 ആ ഗവൺമെൻറ് മാറി അച്യുതാനന്ദൻ വന്നപ്പോൾ ആ അഫിഡവിറ്റ് അവർ പിൻവലിച്ച് ആചാരങ്ങൾക്കെതിരായി ഒരു സത്യവാങ്മൂലം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ ഈ പിന്നീട് വന്ന സുപ്രീം കോടതിയുടെ നടപടികളും വിധിയുമെല്ലാം ഉണ്ടായത്. ആ വിധി വന്നതിന് ശേഷം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ശബരിമലയ്ക്കെതിരായി ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിശ്വാസികൾ അന്ന് വേദനയോടുകൂടി തെരുവിലിറങ്ങി. ആ വിശ്വാസികൾക്കൊപ്പം അന്നും കോൺഗ്രസ് നിന്നു. ഇന്ന് ബഹുമാന്യനായ അടൂർ പ്രകാശ് ജാഥ നയിച്ചതുപോലെ അന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സുധാകരൻ, കെ മുരളീധരൻ, ബഹുമാന്യയായ ഷാനിമോൾ ഉസ്മാൻ ശബരിമലയിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അന്ന് ജാഥ നടത്തി. അന്നും വിശ്വാസികൾക്കൊപ്പം നമ്മൾ നിന്നു. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അന്നും നമ്മൾ നിന്നു, ഇന്നും നമ്മൾ നിൽക്കുന്നു. അതിനുശേഷം ആ ഗവൺമെൻറ്, നല്ല ഓർമ്മയുണ്ട്, ദിവസവും മറക്കാൻ കഴിയില്ല. അന്ന് ജനുവരി 2 2019 ജനുവരി 2 മന്നം ജയന്തി ദിവസമാണ്. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ മന്നം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. മന്നം സമാധിയിലെ പുഷ്പാർച്ചനയെല്ലാം കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് TV-യിൽ ഒരു വാർത്ത വരുന്നത്. ശബരിമലയിൽ 2 സ്ത്രീകൾ പ്രവേശിച്ചു എന്ന വാർത്ത
ഒരു മാധ്യമത്തിൽ വരുന്നു. ആ മാധ്യമത്തിൻ്റെ ക്യാമറ ഇവിടെയുണ്ട്. 24 ചാനലിലാണ് ആദ്യമായി ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചു എന്ന വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്നത് 24 ആണ്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പത്രക്കാരെ കാണുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ. സാധാരണ ഉപഗ്രഹ വിക്ഷേപണമെല്ലാം കഴിഞ്ഞ് അത് വിജയിച്ച് ഭ്രമണപഥത്തിലെത്തിയാൽ പ്രധാനമന്ത്രിമാർ രാജ്യത്തെ മാധ്യമങ്ങളിൽ കൂടി അഭിസംബോധന ചെയ്യും. എന്നിട്ട് പറയും ISROയുടെ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കി. അതേ പ്രാധാന്യത്തിലാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചു എന്ന് പിണറായി വിജയൻ മാധ്യമ സമ്മേളനം നടത്തി ലക്ഷക്കണക്കാകുന്ന വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിൽ ആ വാർത്ത ലോകത്തോട് പറഞ്ഞത്. ആ പിണറായി വിജയൻ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ മാറിയെന്നാണ് പറയുന്നത്. പിണറായി വിജയൻ മാറിയെങ്കിൽ ഒറ്റ ചോദ്യം പിണറായി വിജയനോട് ഞങ്ങൾ ചോദിക്കുന്നു, ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് ലക്ഷക്കണക്കാകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇപ്പോഴും വേദനയായി ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സംഭവത്തിന് പരസ്യമായി വിശ്വാസികളോട് മാപ്പ് പറയാൻ പിണറായി വിജയൻ തയ്യാറാണോ? തയ്യാറല്ല. മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? എവിടെ പിണറായി വിജയൻ മാറി? വിശ്വാസ ലംഘനത്തിന് കാരണമായ സുപ്രീം കോടതി വിധിക്ക് ആധാരമായ അഫിഡവിറ്റ് അത് പിൻവലിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ആ അഫിഡവിറ്റ് പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നാമജപ ഘോഷയാത്രകളടക്കം നമ്മൾ നടത്തിയ ജാഥകളടക്കം ഭക്തർ സമുദായങ്ങളൊക്കെ നടത്തിയ ജാഥകളുണ്ടായി. അതിൽ പങ്കെടുത്ത 10,000-കണക്കിന് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസ് പിൻവലിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ? ഇല്ല. ഏത് പിണറായി വിജയൻ? എപ്പോ മാറിയെന്നാണ് നിങ്ങൾ പറയുന്നത്? നവോത്ഥാനം മതിൽ പണിഞ്ഞില്ലേ? എത്രയാ ഖജനാവിന് ചെലവാക്കിയത്? 50 കോടി. നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കിയില്ലേ? ഭക്തർക്കെതിരെ, വിശ്വാസത്തിനെതിരെ, ശബരിമലയ്ക്കെതിരെ പിണറായി വിജയൻ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടുണ്ടോ? പിന്നെ ഏത് വിജയനാ മാറിയത്? വിജയൻ മാറിയത് ശബരിമലയിൽ വീണ്ടും കൊള്ള നടത്താനുള്ള പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, വിശ്വാസികൾക്ക് വേണ്ടിയിട്ടല്ല. വിജയൻ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്നത് അതിനേക്കാൾ വേദനയുണ്ടാക്കുന്നതാണ്. ശബരിമലയിൽ മാത്രമാണോ? ഇപ്പം ആറന്മുള വള്ളസദ്യ വഴിപാട് നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. ആറന്മുള വള്ളസദ്യ വഴിപാട് നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. വഴിപാട് ലഭിക്കാൻ ഒരുപാട് പ്രയാസമാണ്. കാരണം ഒത്തിരി വർഷത്തെ ബുക്കിങ്ങുകളൊക്കെയാണ്. ഞാൻ ഇവിടെ ഉദയാസ്തമന പൂജ നടത്തിയിട്ടുണ്ട് ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ വഴിപാടായിട്ട്. അപ്പോൾ വള്ളസദ്യയിൽ ആദ്യം ദേവന് നേദിക്കും, എന്നിട്ടാണ് വഴിപാടുകാരന്, പിന്നെ വഴിപാടുകാരൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക്, ഭക്തർക്ക് അവരോടൊപ്പം തന്നെ ഒരു പള്ളിയോടം. വഴിപാടൊരു പള്ളിയോടത്തിനാണ്. ഭക്തൻ യഥാർത്ഥത്തിൽ പള്ളിയോടത്തിന് വേണ്ടിയിട്ടാണ് വഴിപാട് നടത്തുന്നത്. ആ പള്ളിയോടത്തിൻ്റെ വന്ന ആളുകൾക്ക് വഴിപാട് നിവേദ്യം കൊടുക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ആറന്മുളയിൽ ഭഗവാന് നേദിക്കുന്നതിന് മുമ്പ് ആർക്കാ നേദിച്ചത്? വാസവനാണ്. വാസവൻ ആദ്യം കൊടുത്തു. തന്ത്രി വന്ന് പറഞ്ഞില്ലേ മാധ്യമങ്ങളിൽ കൂടി, ആറന്മുള വള്ളസദ്യയിൽ ആചാരലംഘനം ഉണ്ടായിരിക്കുന്നു, അതിൽ പരസ്യമായ പരിഹാരം ഉണ്ടാകണമെന്നാണ്. രഹസ്യമായിട്ടല്ല, പരസ്യമായ പരിഹാരക്രിയ ചെയ്യണം. അപ്പോൾ പിണറായി വിജയന്റെ മന്ത്രിമാർക്ക് എന്തെങ്കിലും ആചാരമുണ്ടോ? എന്തെങ്കിലും അനുഷ്ഠാനമുണ്ടോ? ഉമ്മൻചാണ്ടി വിശ്വാസിയായിരുന്നു അല്ലേ? ഇന്ത്യയിലുണ്ടെങ്കിൽ, ഞായറാഴ്ച ഉണ്ടെങ്കിൽ രാവിലെ 7 മണിക്ക് പുതുപ്പള്ളി പള്ളിയിൽ ഉണ്ടാകുന്നയാളായിരുന്നു ഉമ്മൻചാണ്ടി. എന്തുകൊണ്ടാ? ഉമ്മൻചാണ്ടി വിശ്വാസിയായതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളി പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രിവിലേജും പ്രോട്ടോകോളും അഴിച്ചു മാറ്റി ഒരു സാധാരണ വിശ്വാസിയായി മുടങ്ങാതെ പുതുപ്പള്ളി പള്ളിയിൽ പോകുന്ന ഉമ്മൻചാണ്ടി ശബരിമലയെ കണ്ടത് വിശ്വാസിയുടെ മനോഭാവത്തിലാണ്. ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു. ശബരിമലയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. കോന്നിയിൽ 250 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. പകരം 250 ഏക്കർ വനഭൂമിയാക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. മാസ്റ്റർ പ്ലാൻ ശബരിമലയ്ക്ക് വേണ്ടി നടപ്പിലാക്കി. ഉമ്മൻചാണ്ടി വിശ്വാസിയായിരുന്നു. എന്നാൽ ഇവിടെ
അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം അത് കവർച്ച ചെയ്ത് സിനിമാ നടിമാരുടെ വീട്ടിൽ, സിനിമാ നടന്മാരുടെ വീട്ടിൽ, കച്ചവടക്കാരുടെ, വ്യാപാരികളുടെ, വ്യവസായികളുടെ വീട് വീടാന്തരം കൊണ്ടുവച്ച് തട്ടിപ്പ് നടത്തി, കൊള്ള നടത്തി, മോഷണം നടത്തിയ ആളുകൾ ഇന്ന് നടക്കല്ലേ? ഏതെങ്കിലും പോറ്റിയെ പിടിച്ചോ? ഏതെങ്കിലും പോറ്റിയെ പിടിക്കണ്ട. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിക്കണ്ടേ? പിടിച്ചോ? അറസ്റ്റ് ചെയ്തോ? കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തോ? അക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തോ? ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹൈക്കോടതി പറഞ്ഞത്, our earlier apprehension that the items refixed at the Sannidhanam were a different set of copper plates now appears fully justified in light of the foregoing facts. There also appears to be a distinct and grave possibility that the original gold-cladded Dwarapalagas were disposed of to a willing purchaser for a substantial monetary consideration. പൈസ വാങ്ങി ഏതെങ്കിലും ഒരു മുതലാളിക്ക് ഇത് വിറ്റു എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിൽ എഴുതി വെച്ചിട്ട് ഒരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ ജാഥ. ഇവന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്യണം, ജയിലിൽ അടയ്ക്കണം, വാസവൻ രാജിവെക്കണം, പ്രശാന്തിനെ പിരിച്ചുവിടണം, വിശ്വാസികളുടെ വേദനയ്ക്ക് പരിഹാരം ഉണ്ടാകണം. അത്തരം ഒരു ജാഥയുമായി ഈ കൊട്ടാരക്കര മഹാഗണപതിയുടെ അഭിമുഖമായി നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പവിത്രമായ ഭൂമിയിലേക്ക് കടന്നു വന്ന ബഹുമാന്യനായ ശ്രീ അടൂർ പ്രകാശ്, ഇവിടെ നേരത്തെ ഞാൻ കൊട്ടാരക്കരക്കാരനാന്ന് പറഞ്ഞപ്പോൾ പ്രസാദ് സാറും പഴകുളം മധു പറഞ്ഞു ഞാൻ ശാസ്താംകോട്ടയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അപ്പോൾ അവരവിടെ ഞാൻ ശാസ്താംകോട്ടക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുണ്ടറക്കാർ പറയുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം കുണ്ടറയിൽ കയറി ആരും ഇടപെടണ്ട എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു.